ഹായ് ഡിയേഴ്സ്. അപ്പം ഞങ്ങളിന്ന് പോകുന്ന മഞ്ചേരിക്കാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇത് ഞങ്ങളിന്ന് പോകുന്ന ദിവസം നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമാണ് കേട്ടോ. നമ്മുടെ ഇവിടേക്ക് UDF ആണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ പച്ചക്കൊടി പച്ചക്കളറൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമാണ് റോഡ് സൈഡിലൊക്കെ. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോയി പോരാന്ന് വിചാരിച്ചതായിരുന്നേ. പക്ഷെ ഞങ്ങൾ പോയി പോകാൻ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതേ പ്രകടനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ പോരുമ്പോഴേക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുമെന്ന് ഉറപ്പായിരുന്നേ. ലിയോ ഇപ്പോൾ ഇത് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവനത് മാക്സിമം മുതലാക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണേ. അങ്ങനെ കുറേ നേരമൊക്കെ നിന്നതിന് ശേഷം ആൾ കുഴങ്ങി തോന്നുന്നുണ്ട്. ആളിരുന്ന് ഭയങ്കര കളിയും വർത്താനൊക്കെ ആയിരുന്നു. ലിയോയ്ക്ക് ഏറ്റവും ഇഷ്ടത്തെ ഇങ്ങനെ കാറിൽ പോകുന്ന കേട്ടോ. അപ്പോൾ അവൻ്റെ ഇഷ്ടംമാതിരി കിടക്കി ഇരിക്കി നിൽക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ കൂടുതൽ ഓട്ടോയിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ ലിയോൻ്റെ പാപ്പ ഇതേപോലെ മാസത്തിൽ ലീവിന് വരുമ്പോഴാട്ടോ ഞങ്ങളിങ്ങനെ കാറിൽ കറങ്ങാനൊക്കെ പോവാറ്. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ലിയോയ്ക്ക് കുറച്ചും കൂടെ ഒന്ന് ആവട്ടെ വിചാരിച്ച് നിൽക്കായിരുന്നു. ഇനിയിപ്പോൾ പോകണം. അങ്ങനത്തെ ലിയോ കുറേ നേരം കളിച്ചൊക്കെ നിന്നപ്പോൾ ലിയോയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ രാവിലെ ഉറങ്ങി എണീറ്റതായിരുന്നേ. അങ്ങനത്തെ ഞങ്ങൾ ലെൻസ് കാർണിൽ എത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ കാരണം ലിയോ തന്നെയാണ് കേട്ടോ. എൻ്റെ സ്പെക്സ് പിടിച്ച് വലിച്ചിട്ട് എൻ്റെ സ്ക്രൂ ഇളകിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് സർവീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വല്ലാതൊന്നും ആയിട്ടില്ല, ആകെ 3 months ആയിട്ടുള്ളൂ സ്പെക്സ് വാങ്ങിയിട്ട്. പക്ഷേ ലിയോൻ്റെ അടുത്ത് സ്പെക്സ് ആയാലും ഫോണായാലും നിൽക്കില്ല. അവൻ പിടിച്ച് നന്നായിട്ട് എറിയുക അതേപോലെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അവിടെ കൊടുത്തപ്പോഴത്തേ അവർ പറഞ്ഞു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, ഇപ്പോൾ തന്നെ ശരിയാക്കി തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനത്തെ ഞങ്ങൾ പിന്നീട് പുതിയ സ്പെക്സ് വന്നു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. അങ്ങനെ അവർ 5 മിനിറ്റിനുള്ളിൽ തന്നെ ശരിയാക്കി തന്നെ. പിന്നെ ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് മോനുവിന് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ലിയോ ഇതേ കാർന്ന് ഭയങ്കര കളിയും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്ന ഷോപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇതേ. ഇവിടെ ക്രോക്സിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിയോയ്ക്ക് ഞങ്ങൾ ക്രോക്സ് വാങ്ങി വെച്ച് നോക്കിയിട്ടോ. പക്ഷെ അവൻ്റെ സൈസിലുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ മോനും ഷൂ കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പക്ഷേ ഇതാ ഞങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ ബ്ലോക്കാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നതൊക്കെ. പക്ഷേ ഇത് 8ൻ്റെ അല്ല 16ൻ്റെ പണി തന്നെയായിരുന്നു കേട്ടോ. 1 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ടേ. നമ്മളിപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് കാണാനായിട്ട് പുറത്തിറങ്ങി വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ശരിക്കും കാണാൻ പറ്റിയേ. അങ്ങനത്തെ ഞങ്ങൾ 1 മണിക്കൂറോളം ബ്ലോക്കിൽ നിന്ന് തിരിച്ചു പോന്നപ്പോൾ ഇതാ ഞങ്ങൾ ഈ കഫേക്കാട്ടോ പോകുന്നത്. ഇത് പുതുതായിട്ട് മൊറയിൽ ഓപ്പൺ ചെയ്ത കഫേയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ലോഡർ ഫ്രൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് 3 ആൾക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഓർഡർ ചെയ്തത്. വേറൊന്നും ഓർഡർ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ഇനി മലപ്പുറം കൂടി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ലിയോനും വീട്ടിലാക്കിയിട്ട് വേണം ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ബ്ലോക്കിൽ പെട്ടതുകൊണ്ടാണ് ലേറ്റ് ആയത്. 1 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ലോഡർ ഫ്രൈസ്. അങ്ങനത്തെ ലിയോയ്ക്ക് ജ്യൂസിൻ്റെ ഒരു പോർഷൻ മാത്രം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ കഴിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.